വയനാടിന് സഹായവുമായി തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. ദുരിതബാധിതരെ സഹായിക്കാൻ ഇടുക്കി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിലാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് സഹായം എത്തിച്ചത്. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ ഇടുക്കി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിലാണ് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് സഹായം എത്തിച്ചത്. ദുരിതബാധിതർക്കായുള്ള വിവിധതരം വസ്ത്രങ്ങളാണ് മഹാറാണി മാനേജ്മെന്റ് പ്രസ് ക്ലബിൽ നേരിട്ടെത്തി ഇന്ന് കൈമാറിയത്. വയനാടിനു വേണ്ടി നാട്ടിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സെന്ററുകൾക്കും തങ്ങളുടെ സഹായമുണ്ടാകുമെന്ന് അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ VA റിയാസ് അറിയിച്ചു. അങ്ങനെ നമ്മുടെ ഇടുക്കി പ്രസ് ക്ലബും വലിയൊരു കളക്ഷൻ പോയിന്റ് പ്രസ് ക്ലബ് മന്ദിരത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിലേക്കൊരു കൈത്താങ്ങാകാൻ മഹാറാണി സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ അവസരത്തിൽ ഇതുപോലെയുള്ള ഏത് കളക്ഷൻ പോയിന്റുകൾ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മഹാറാണിയുടെ ഒരു സഹായം ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ ഒരു അറിയിക്കുകയാണ്. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് ദുരിതബാധിതർക്കായി വലിയ സഹായമാണ് നൽകിയതെന്ന് പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളിൽ പറഞ്ഞു. മാധ്യമ പ്രവർത്തകരുടെയും പൊതുസമൂഹത്തിന്റെയും കടമയാണെന്നുള്ള ഒരു ഉറച്ച ബോധ്യമാണ് നമ്മൾ ഇത്തരം ഒരു സംരംഭത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുവാനായിട്ട് പ്രചോദനമായത്. അതിന് കൈത്താങ്ങായിട്ട് ഇവിടുത്തെ മുഴുവൻ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നമുക്ക് പിന്തുണയുമായിട്ട് രംഗത്തുണ്ടായിരുന്നു. ഇതിന് മുൻപും പലപ്പോഴും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ എപ്പോഴും നമ്മളൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ്. നമ്മുടെ ഏത് പ്രവർത്തനങ്ങളിലും അവരുടെ എല്ലാ ഒരു സഹായവും പ്രസ് ക്ലബിന് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ തവണയും ഒരു വലിയ ഒരു സംഭാവന നമ്മുടെ ഈ പ്രസ് ക്ലബിന്റെ ഈ ഉദ്യമത്തോട് സഹകരിച്ചുകൊണ്ട് അവർ ചെയ്തിരിക്കുകയാണ്. പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി, വൈസ് പ്രസിഡന്റ് ലത്തീഫ് കാസിം, ജോയിന്റ് സെക്രട്ടറി അഖിൽ സഹായി, ട്രഷറർ ആൽബിൻ തോമസ്, മഹാറാണി ഗ്രൂപ്പ് MD സെക്രട്ടറി PK നിയാസ്, വെഡ്ഡിംഗ് കളക്ഷൻസ് ജനറൽ മാനേജർ നിസാർ PA, ഷോറൂം മാനേജർ ഷാമോൻ K സലീം അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. KM Musa Haji, founder, chairman, Al Azhar Group of Institutions, Todupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Todupuzha.